അല്ല ഇതിലിപ്പോ 2 ക്വസ്റ്റ്യൻസ് ഒരു സെറ്റിൽ തന്നെ ആൻസർ ചെയ്യാം. ആദ്യത്തെ ദിവസം ഫാൻസ് സാധാരണ എടുക്കുന്ന ഷോ രാവിലെ ആയിരിക്കും. രാവിലെ 6 മണി അവരുടെ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. സാധാരണ അതില് ഞാൻ കേറി പറ്റിയിട്ടുണ്ട്. ഒന്നും കേൾക്കാനും പറ്റില്ല, ഒന്നും കാണാൻ, കാരണം അത് ആഘോഷമാണ്. അപ്പൊ അത് ആ സ്പിരിറ്റിൽ എടുക്കണം. മാത്രമല്ല നല്ലതാണോ ചീത്തയാണോ അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരാം. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ ഫാൻസ് വിനാശം വരുത്തുവര് ഇല്ല, അങ്ങനെ 10 കൊല്ലം മുമ്പുള്ള സീനല്ല ഇപ്പം. ഒരു സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് എല്ലാവരും. അപ്പോൾ ഇവരെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫാൻസ് ഷോ ഈ അസമയത്ത് വെക്കാണ്ട് ഒരു 7 മണിക്കോ 8 മണിക്കോ വല്ലതും വെച്ചാൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. 7 മണി രാവിലെ ഇപ്പൊ 6 മണിക്കൊക്കെ അല്ല, 3 മണിക്കെല്ലാം വെച്ചാലുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഒപ്പീനിയൻ എല്ലാം എപ്പത്തി ഒരു 7 മണിയാകുമ്പോ എല്ലാം പുറത്തേക്ക് വരും. അപ്പൊ അത് ചിലവര് വളരെ സോഷ്യൽ മീഡിയ ബോംബ് എഴുതി വിടുന്നുണ്ടല്ലോ. നല്ല അഭിപ്രായമാണെങ്കിലും ചീത്ത അഭിപ്രായമാണെങ്കിലും രാവിലെ എണീക്കുമ്പോ തന്നെ ഒരു പടത്തിന്റെ ഒരു റിസൾട്ട് വരികയെന്ന് വെച്ചാൽ അത് അത്രയ്ക്കൊന്നും നല്ല പ്രവണതയല്ല. അപ്പൊ ഈ ഫസ്റ്റ് ഷോ നടത്തുമ്പോ ഇത് നടത്തുന്നതിൽ ഞങ്ങക്ക് യാതൊരു ഇതില്ല, തടസ്സമൊന്നുമില്ല. കാരണം ഇവരിപ്പോ പണ്ടത്തെ പോലെ തിയേറ്ററൊന്നും നശിപ്പിക്കാറൊന്നുമില്ല, പറഞ്ഞ പോലെയൊക്കെ ചെയ്യും. പക്ഷെ അന്ന് അവരുടെ ആഘോഷമായിരിക്കും തിയേറ്ററിൽ. അന്ന് സിനിമ കാണണം, ആ ഷോ കാണണം എന്ന് വെച്ചാൽ നടക്കില്ല. മനസ്സിലായി. അപ്പോ ഇത് എത്ര ദിവസത്തേക്കായി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഒറ്റ ദിവസം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മാത്രം. ആവേശം എന്നുള്ള സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഞാൻ കാണാൻ പോയി. രാവിലെ ഞാൻ ഫസ്റ്റ് ഡേ കാണാൻ പോയത് വനിതയിലായിരുന്നു. ബ്ലോഗറല്ലേ? അതെ അതെ, തിയേറ്റർ ബ്ലോഗറാണ്. അതുവഴി ഞങ്ങൾ പാവപ്പെട്ട പ്രൊഡ്യൂസർമാർക്ക് ഒരു ചെറിയ പണിയോടെ തരും. മിണ്ടാത്തല്ലേ ഞാൻ പറയാ. ഹോമിയോ ഗുളിക പോലെയാ, മധുര അകത്ത് വെച്ചിട്ട് വെളി വെച്ചിട്ട് അകത്ത് വല്ല കയ്പാ. പണം മോശമാണെന്ന് പറയാൻ വേണ്ടി മാത്രം പോകുന്ന ആളാ. സർ തിയേറ്റർ എങ്ങനെയാണ് നമ്മൾ റിവ്യൂ ചെയ്യേണ്ടത്? സിനിമ കണ്ടല്ലേ റിവ്യൂ ചെയ്യേണ്ടത്. ഇപ്പൊ സിനിമ കാണുമ്പോ സിനിമ ഞാൻ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ടിക്കറ്റ് അല്ല, അല്ലല്ല, ഞാൻ സ്വന്തമായി എന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി എടുക്കുന്ന ടിക്കറ്റ് എടുത്ത് കണ്ടിട്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. സിനിമ ആരും പോയി കാണരുതെന്നല്ല, സിനിമ എല്ലാരും പോയി കാണണം. എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയായാലും ഞാൻ പറയും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. പറയുന്നതിനോട് ഞങ്ങൾക്ക് വിരോധമുള്ളൂ. പർപ്പസ്ഫുള്ളി നമ്മൾ ഏത് പടത്തിനാ അങ്ങനെ പറയണത്? ഒരു പടം പറയൂ. അതിനകത്ത് പൊതുവായിട്ട് റിവ്യൂവേഴ്സിന്റെ ഒരു കാര്യം അവര് ഒരു സൈഡ് നിൽക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഇഷ്ടമുള്ള ഡയറക്ടറുടെ പ്രൊഡ്യൂസറുടെ പടത്തെ കുറിച്ച് ഞാൻ റിവ്യൂ എത്രയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മുടെ ജനകീയ കോടതി ഞാനത് പറഞ്ഞിട്ടുള്ള എവിടെയൊരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം കയറുക, അതല്ലാതെ ഒരു പടം അല്ല കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം. ഈ അമ്മായിമ്മ മരുമോള് പോരാ, അമ്മായിമ്മ മരുമോള് പോരാ, കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമാണ് ഇവിടുത്തെ റിവ്യൂ. സ്വാധീനിക്കപ്പെടുന്നുണ്ട്. പണം വാങ്ങിയിട്ട് മോശം പടം നല്ലതാണെന്ന് പറയും. പണം അല്ല കോമ്പറ്റീഷൻ ഉള്ള സ്ഥലത്ത് പറയാം. താങ്കളെ കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ. താങ്കൾ എന്തിനാ അസ്വസ്ഥനാകുന്നത്? ഞാൻ ജനറലൈസ് ചെയ്യണം. താങ്കൾ അസ്വസ്ഥനാകരുത്. താങ്കൾ അസ്വസ്ഥനാകാതെ താങ്കൾ അസ്വസ്ഥനാകാതെ പണം വാങ്ങിയിട്ട് മനഃപൂർവ്വം നല്ല ചെറിയ മോശം പടം നല്ലതാണെന്ന് പറയും, നല്ല പടം മോശമാണെന്ന് പറയും. അറിയോ, കലിപ്പുള്ള വേർത്ത കാശ് കൊടുക്കും. എടാ അവനെ ഒന്ന് തകർത്താക്കാൻ. അപ്പൊ റിവ്യൂവേഴ്സ് ഇവിടെ ശരിക്കും ഇവരെന്ത് ചെയ്യുന്നില്ല, ശരിയായ നിരീക്ഷണമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.